വൈക്കത്ത് CP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചെല്ലപ്പൻ അവസാനമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് 8 മണിക്കൂർ മുൻപാണ്. അതായത് മരിക്കുന്നതിന് 8 മണിക്കൂർ മുമ്പ്. 2 CP പ്രവർത്തകരുടെ പേരാണ് അവസാന പോസ്റ്റിൽ പരാമർശിച്ചത്. അനൂപ് ബാബു, S ബിജു എന്നിവരെ ആട്ടിൻതോലിട്ട ചെന്നായ എന്നാണ് പോസ്റ്റിലുള്ളത്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, ഈ കർഷകന്റെ ആത്മഹത്യയിൽ CP കുരുക്കിലാണോ? ഇത് ഇപ്പോഴുള്ള പ്രശ്നമല്ല, നേരത്തെയുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു. തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, 2010 മുതലുണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് തുടർച്ചയായി നിരവധിയായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അടുത്തുള്ള ആളുകളും ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ മകനോട് അല്പം സംസാരിച്ചപ്പോഴും മകനും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുകയും ചെയ്തിരുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ പരാമർശിക്കുന്ന അനുപം ബാബു അതുപോലെ തന്നെ S ബിജു, ഈ 2 പേരുടെ പേരുകൾ ഇട്ട ഒരു 8 മണിക്കൂർ മുമ്പാണ് ഏറ്റവും അവസാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ മുൻപ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് പുള്ളി നാട് വിട്ടുപോയ സമയത്ത്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പുള്ളിയുടെ കൃഷി ഭൂമി നശിപ്പിക്കുകയും അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സമയത്ത് നാട് വിട്ട് തമിഴ്നാട്ടിൽ പോവുകയും അവിടെ നിന്ന് മറ്റൊരാളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് 2 പേർ എത്തുകയും അവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു എന്ന കാര്യമാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങൾ. അതായത് 1 രൂപയ്ക്ക് ഒരു കൃഷിത്തോട്ടം എന്നതൊന്നും സർക്കാർ പദ്ധതി പ്രകാരം നിരവധിയായ കൃഷി കാര്യങ്ങളും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൃഷി ചെയ്യുന്നു, സ്കൂളുകൾ SPC വഴിയുള്ള സ്കൂളുകളിലെ കൃഷി, അത്തരത്തിൽ നിരന്തരമായി കൃഷി ചെയ്തിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ കൃഷി ചെയ്ത വിൽപ്പന നടത്താൻ കഴിയാതെ ഒന്ന് വലിയ പ്രതിസന്ധി വന്നു. ഇത് ഇവിടുത്തെ CPI-ക്കാരാണ് അതിന് പിന്നിൽ എന്നാണ് അദ്ദേഹം ആരോപിച്ചിരുന്നത്. അതിൽ പ്രധാനമായും ഒരു CPI ഒരു വിഷയം അല്ലെങ്കിൽ തർക്കത്തിലേക്ക് വന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു സംഘർഷം അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അന്ന് പോലീസ് കേസ് എടുത്തിരുന്നില്ല. അന്ന് ഇദ്ദേഹം ഇടപെട്ട ജനങ്ങളെ വലിയ രോഷമുണ്ടാക്കി, വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഒരു കേസ് CPI പ്രവർത്തകർക്കെതിരെ കേസ് എടുപ്പിച്ചു. ഇതിന്റെ വൈരാഗ്യമാണ് പിന്നീടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. എന്തായാലും മകന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. മകന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അദ്ദേഹം മകൻ പറയുന്നുണ്ട് ശരി അഖിൽ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ CPI സംബന്ധിച്ച് കുരുക്കിലാക്കുമോ എന്നുള്ളതാണ്.